ശ്രീ ബൽദേവ്, സാധാരണക്കാരുടെ ആശ്രയമാണ് ഈ ഗ്രാമീണ സമ്പദ് മേഖലയ്ക്കൊക്കെ മുതൽക്കൂട്ടാകേണ്ട ഇത്തരത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ. അവിടെയാണ് ഈ കൊടും ചതി ഇപ്പോൾ കുറെ കാലങ്ങളായി നടക്കുന്നത്. നിക്ഷേപകർക്ക് തിരികെ പണം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ സാധാരണക്കാരായവർ ഒരു തുക വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണോ തിരിച്ചടവ് മുടങ്ങുന്നത്, ഗുണ്ടായിസത്തിലൂടെ ഒരു 3 വണ്ടി ആൾക്കാരുമായി ചെന്ന് ഭർത്താവില്ലാത്ത സമയത്ത് വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഭീഷണി ഒക്കെ മുഴക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ADM നവീൻ ബാബുവിന്റെ കാര്യത്തിൽ അദ്ദേഹം സമൂഹത്തിൽ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി, അവിടെ നിന്ന് തുടങ്ങി ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു വീട്ടമ്മ, ഇവർക്ക് എല്ലാവർക്കും CPMന്റെ ഭീഷണിയാണ്. ഒന്നുകിൽ നീ പണി അറിയും, പണി തരും ഞങ്ങൾ എന്ന് പറയുന്നു, 2 ദിവസം കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറയുന്നു. സമൂഹത്തിന്റെ ഏത് തട്ടിലായാലും പ്രാദേശിക നേതാക്കളാണോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്, അതും ഇത്തരത്തിൽ ഗുണ്ടായിസത്തിലൂടെ? കേരളത്തിന്റെ സഹകരണ മേഖല ലോകത്തിന് തന്നെ മാതൃകയായി. ഇപ്പോൾ ആ സഹകരണ മേഖലയിൽ ശരിയാണ് വളരെയധികം പോരായ്മ നടക്കുന്നു. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ. ആ രജിസ്ട്രാർ നടത്തിയ ഒരു അന്വേഷണത്തിൽ കേരളത്തിൽ ഏതാണ്ട് 300ഓളം സഹകരണ സ്ഥാപനങ്ങളിൽ അഴിമതി നടക്കും. വളരെ സാമ്പത്തികമായ അഴിമതി ഉണ്ടെന്ന് രേഖപ്പെടുത്തി. അതിൽ 202 എണ്ണം UDF ഭരിക്കുന്നതാണ്. 70ഓളം എണ്ണം UDF ഭരിക്കുന്നുണ്ട്, കുറച്ച് BJP ഭരിക്കുന്നു. ഞാൻ രാഷ്ട്രീയ പാർട്ടികളൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഇടതുമുന്നണി ഭരിക്കുന്നതായാലും കോൺഗ്രസ് ഭരിക്കുന്നതായാലും BJP ഭരിക്കുന്ന വളരെ കുറച്ച് സൊസൈറ്റികളാണ്. ഈ സൊസൈറ്റികളിലായാലും ഈ നിക്ഷേപകരുടെ സമ്പത്ത് വളരെ നല്ല രീതിയിൽ ക്രയവിക്രയം ചെയ്യാതെ, അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാതെ പല സഹകരണ സ്ഥാപനങ്ങൾ, നല്ലതുപോലെ പോകുന്ന സഹകരണ സ്ഥാപനങ്ങൾ 75-80% ഉണ്ട്. വളരെ കുറച്ച് സഹകരണ സ്ഥാപനങ്ങളാണ്. കാരണം മൊത്തം 9,000-ഓളമാണ് ഇങ്ങനെയുള്ള ധനകാര്യ സഹകരണ സ്ഥാപനങ്ങൾ. അതിനകത്ത് 300 എണ്ണം എന്ന് പറയുമ്പോൾ 3-4% വരുന്നത്. അപ്പോൾ ഈ സഹകരണ സ്ഥാപനങ്ങളെല്ലാം ചെയ്യുന്നത്, ഇതിന് പ്രത്യേകിച്ച് കൃത്യമായ ഒരു ആഡിറ്റ് ഇല്ല, ആഡിറ്റ് വ്യവസ്ഥകളില്ല, ഇന്റേണൽ ആഡിറ്റ് ഇല്ല, അതുപോലെ ലോക്കൽ ഫണ്ട് ആഡിറ്റ്, ഇങ്ങനെയുള്ള ആഡിറ്റുകളൊന്നുമില്ല. കൂടുതൽ സംഭവിക്കുന്നത് എന്താ, വരവിൽ നിന്നുള്ള പണം നിക്ഷേപം ഇപ്പൊ രോഹിണി കൊണ്ട് നിക്ഷേപിച്ചാലും ഈ പണം എടുത്ത് അവര് പലപ്പോഴും പല സൊസൈറ്റികളിൽ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചില പ്രത്യേകതരം ലോണുകളുണ്ട്, പലിശ കുറഞ്ഞ ലോണുകളുണ്ട്, സബ്സിഡി ഉള്ള ലോണുകളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ലോണുകളുണ്ട്. ഈ ലോണുകൾ അവരുടെ ഇഷ്ടാനുവൃത്തി കൊടുക്കുന്നത്. മറ്റൊന്ന്, സഹകരണ സ്ഥാപനങ്ങളിൽ നിയമിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഉദ്യോഗസ്ഥരെ അവിടെ നിയമിക്കും. അപ്പോൾ ഒരാളിനെ നിയമിച്ചല്ല, 1-2 പേരെ നിയമിച്ചാൽ ഏറ്റവും കുറഞ്ഞ് ശരാശരി 50,000 രൂപ മാസം ശമ്പളത്തിൽ മാറ്റി വെക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ബാധ്യത വരും. ഈ ബാധ്യത വരുമ്പോൾ എന്താ ചെയ്യുന്നത്, നിക്ഷേപകരുടെ പണം എടുത്ത് ശമ്പളം കൊടുക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ ഒക്കെ വാടക കൊടുക്കുക, ഫിറ്റിംഗ് ഫീസ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. നമുക്കറിയാം, ചില സൊസൈറ്റികളിലൊക്കെ പണം മൊത്തത്തിൽ അവര് മറിച്ച് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സഹകരണ സ്ഥാപനത്തിന്റെ അടിത്തറകൾ, ഈ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഗ്രാന്റ് ഒന്നും നൽകുന്നില്ല. മറ്റ് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നോ മറ്റ് ബാങ്കുകളിൽ നിന്നോ അവർ കടമെടുക്കുകയാണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള പണം അവർ കടമെടുക്കുകയാണ്. അപ്പോൾ ഈ കടം കൊണ്ട് നിൽക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ നിക്ഷേപകർക്ക് പൈസ കൃത്യമായി കൊടുക്കാൻ പറ്റാതെ വരും. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, കോൺഗ്രസിന്റെ സുഹൃത്ത്, വളരെ വാചാലമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ സുഹൃത്തെ കോൺഗ്രസിന്റെ ബാങ്കുകളാണുള്ളത്. വയനാട് പുൽപ്പള്ളിയിലെ സംഭവം മറന്നുപോയി കാണത്തില്ല. KPCC സെക്രട്ടറി എബ്രഹാം ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. അദ്ദേഹം മാസങ്ങളോളം കേരള പോലീസ് കേസെടുത്തു, ED കേസെടുത്തു, ജയിലിലേക്ക് കടന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഇതാണ്, കോൺഗ്രസ് ഭരിച്ചാലും LDF ഭരിച്ചാലും BJP ഭരിക്കാനായിട്ട് ബാങ്കിനകത്തും ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് നിക്ഷേപകരെ തട്ടിപ്പ് നടത്തി കുറച്ചു പേര്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതൊരു 3-4% ബാങ്കുകളാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന. 10-90% എന്റെ നാട്ടിലുണ്ട്, ചവറയിൽ. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുണ്ട്, LDF ഭരിക്കുന്ന, രണ്ടും ഉണ്ട്. 4 ബാങ്ക് എന്റെ ഈ മണ്ഡലത്തിലുണ്ട്. 2 എണ്ണം കോൺഗ്രസ് ഭരിക്കുന്നു, 2 എണ്ണം LDF ഭരിക്കുന്നു. അപ്പൊ ഇവിടെ 2 നല്ല രീതിയിൽ നടന്നു പോകുന്ന ബാങ്കുകളാണ്. ഇവിടെ നിക്ഷേപ തട്ടിപ്പുകൾ വന്നിട്ടില്ല. അപ്പോൾ കുറെ അധികം ബാങ്കുകൾ സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇവിടെ സാബു തോമസ് ഭരിച്ച സംഭവം നമുക്ക് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ശരിയാണ്, ആ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ പുറത്തു വന്നു. കുറച്ച് ഉദ്യോഗസ്ഥർ 3 പേര് പേരെടുത്ത് പറഞ്ഞു കൂട്ടി. ആ 3 പേര് അവരെ ഭീഷണിപ്പെടുത്തി. മുൻ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി. അദ്ദേഹം ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്നു. തീർച്ചയായിട്ടും അന്നത്തെ പ്രസിഡന്റ് ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, ഈ ബാങ്ക് പ്രസിഡന്റിനും ഈ സൊസൈറ്റി ജീവനക്കാർക്കുമെതിരെ നല്ല രീതിയിൽ കേസെടുത്ത് തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോകണം. ആത്മഹത്യാ പ്രേരണയ്ക്ക് അത് നോൺ ബെയിലുള്ളവൻ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി തന്നെ PVGയ്ക്കെതിരെ ചെയ്തതുപോലെ തന്നെ ചെയ്യണം.
അതുപോലെ തന്നെ ഇപ്പോഴത്തെ സംഭവം ഈ ലോൺ തിരിച്ചടവ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. പക്ഷെ സംഭവിക്കുന്നത് എങ്ങനെ? ഞാൻ 10,000 രൂപ ലോൺ എടുത്താൽ ഇത് പലിശ അടയ്ക്കാതിരിക്കും. ബാങ്കിന്റെ പലിശ നമുക്കറിയാം 8 കാർഷിക സഹകരണ സംഘങ്ങളിലൊക്കെ 8%, 9%, 4% വരെ പലിശയ്ക്ക് കൊടുക്കുന്ന ലോണുകളുണ്ട്. ഇത് തിരിച്ചടയ്ക്കാതിരിക്കുമ്പോൾ 2-3 മാസം കൂടുമ്പോൾ ഈ പലിശ അവരെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടി മുതലോട് കൂട്ടി അങ്ങനെ 4-5 വർഷം കഴിയുമ്പോൾ തുക ഇരട്ടിയാകും. അങ്ങനെ ഇരട്ടിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവർ വീണ്ടും ബാങ്കിനെ സമീപിക്കും. ബാങ്ക് അപ്പോൾ 1 ലക്ഷം എടുത്താൽ 2 ലക്ഷം രൂപ ലോൺ കൊടുത്തിട്ട് അത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് മാറും. അവിടെ കൊള്ള പലിശകളൊന്നുമില്ല. അത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലും ഇല്ല. 9%, 9%, 8% ഒക്കെയാണ് പലിശ. ഇത് കൃത്യമായിട്ട് അടയ്ക്കാതെ വരുമ്പോഴാണ് ഭീഷണി ഉണ്ടാകുന്നത്. താങ്കൾ പറഞ്ഞ വാക്ക് തന്നെയാണ്, കൃത്യമായി അടയ്ക്കാതെ വരുമ്പോൾ ഭീഷണിയാണോ മാർഗം? നിയമപരമായി എന്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നില്ല? താങ്കൾ ഇപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും ആ വാക്കാണ് പ്രയോഗിച്ചത്. ഞാൻ പറയട്ടെ, അതായത് ഭീഷണി ഉണ്ടാകുന്ന എപ്പോഴാണ്? അവർക്കെതിരെ ജപ്തി നടപടിയായിട്ട് പോയാൽ ഇവിടെ പലപ്പോഴും നമ്മൾ കണ്ടു, ജപ്തി നോട്ടീസ് അയച്ച ഒരു വൃദ്ധയായ സ്ത്രീ ജപ്തി നോട്ടീസ് കിട്ടി ആത്മഹത്യ ചെയ്തു. ആ നോട്ടീസിന് മുന്നോട്ട് നിരവധി തവണ അവർ ചെന്ന് സംസാരിച്ച് കേൾക്കാത്തപ്പോൾ ചിലപ്പോൾ അല്പം ഭീഷണിപ്പെടുത്തും, നിങ്ങളുടെ വസ്തു ഞങ്ങൾ ജപ്തി ചെയ്യും. ഇതാണ് ഭീഷണി. അത് ബാങ്കിന്റെ അടുത്ത നടപടിയാണ്. പൈസ അടയ്ക്കാതെ വരുമ്പോൾ ആദ്യം നേരിട്ട് ചോദിക്കും, ബാങ്കിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവർ ചെന്ന് ചോദിക്കും. കൊടുക്കാതെ വരുമ്പോൾ അവർ പറയുന്ന ഒരു ഭീഷണിയുടെ സ്വരമാണത്. കാര്യം എന്താ? പൈസ അടച്ചില്ലെങ്കിൽ ഈട് വെച്ചിരിക്കുന്ന വസ്തു ജപ്തി ചെയ്യും. അതിനാണ് നമ്മൾ ഭീഷണി എന്ന് പറയുന്നത്. സാങ്കേതികത്വം നിരത്താം. എങ്ങനെയാണ് പലിശ കൂടുന്നതും വായ്പാ തുക ഇരട്ടിയാകുന്നതും ഒക്കെ സാങ്കേതികത്വം നിരത്താം. പക്ഷെ അവിടെയൊന്നും ഈ CPM-ന്റെ ഈ ഭീഷണി മുഴക്കുന്നതിലുള്ള ഉത്സാഹം നിക്ഷേപ തുക തിരികെ കൊടുക്കുന്നതിൽ കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇത് CPM-ന്റെ അല്ല, കേരളത്തിലെ കരുവന്നൂരിൽ CPM പാഠം ഉൾക്കൊള്ളാത്തത് എന്ത്? പിന്നീടും അത് ആവർത്തിക്കുന്നതാണല്ലോ കാണുന്നത്. ആ ധാർഷ്ട്യം ഇങ്ങനെ തുടരുക തന്നെയല്ലേ?